അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മീഖാപ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. യഹൂദ രാജാവായ ഉസിയ രാജാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായ ആഹാസ് യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരുശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനവൻ യഹൂദായിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി. തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 24-25 വാക്യങ്ങളാണ് നാം കേട്ടത്. ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരുശലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രയേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ലാതാനും. അവൻ്റെ മകനായ യെഹിസ്കിയാവ് അവന് പകരം രാജാവായി. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 27-ാം വാക്യമാണ് നാം കേട്ടത്. യെഹിസ്കിയാവ് അഥവാ ഹിസ്കിയാവ് തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മലിനത നീക്കിക്കളവിൻ. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 3-4-5 വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം അവർ ശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം തീയതി തീർത്തു. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്താക്കി ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം 35-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 36-ാം വാക്യവുമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തികളും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദായിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ഇത് നിമിത്തം ഹിസ്കിയ രാജാവും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്നും ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ പിതാവായ ആഹാസ് യഹോവയുടെ ആലയം മലിനമാക്കുകയും ആലയവാതിൽ അടയ്ക്കുകയും ചെയ്തു. ആഹാസിൻ്റെ മകനും ആ വഴിയെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ മുറഷ്ഠനായ മീഖായാവ് എന്ന പ്രവാചകൻ സകല യഹൂദാജനത്തോടും പ്രവചിച്ചു, സിയോനെ വയൽ പോലെ ഉഴുതുകളയും, യെരുശലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തര ഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ദൈവത്തെ ഭയപ്പെട്ടു. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. ദൈവത്തെ ഭയപ്പെട്ട ഹിസ്കിയാവ് പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഗുഷ്ടാൻ എന്ന് പേരായിരുന്നു. അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 4-5 വാക്യങ്ങളാണ് നാം കേട്ടത്. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, നേരോടെ നടക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം ഗുണകരമാണ്.
ഹിസ്കിയാവിൻ്റെ പിതാവ് ന്യായപ്രമാണം അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ച് യഹോവയുടെ ആലയവാതിൽ അടച്ചു കളഞ്ഞു. അവൻ തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ മകനായ ഹിസ്കിയാവ് അവൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് സകല അശുദ്ധിയും ദേവാലയത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്ന് നാം കേട്ടു. അതുകൊണ്ട് തന്നെ ഹിസ്കിയാവിനെതിരെ വന്ന വലിയ സൈന്യത്തെ തകർക്കുവാൻ ദൈവം തയ്യാറായി. നാം ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറായാൽ നമുക്കെതിരെ വരുന്ന സാത്താൻ്റെ സകല ആയുധങ്ങളെയും വായ്ത്തലം മടക്കുകയും ദോഷഭയം കൂടാതെ ജീവിക്കുവാൻ നമുക്ക് ദൈവം അവസരം തരികയും ചെയ്യും. ദൈവത്തെ അനുസരിച്ച് വിശുദ്ധിയോടെ പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ വചനം ആശ്വാസം നൽകുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനം അനുസരിക്കുന്ന തൻ്റെ മക്കളോട് കർത്താവ് വളരെ ആർദ്രതയോടെ സംസാരിച്ചിട്ടുണ്ട്. അതിനുദാഹരണമാണ് ദാനിയേൽ. വചനം പ്രമാണിച്ച ദാനിയേലിനെ പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ് ദൂതൻ വിളിച്ചത്. കരുണയോടെ വിളിക്കുക മാത്രമല്ല, അഗ്നിപരീക്ഷയിൽ കൂടെ ഇരുന്ന് സിംഹങ്ങളുടെ വായ അടയ്ക്കുകയും ചെയ്തവനാണ് യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനപ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു എന്നാണ് ദാവീദ് 119-ാം സങ്കീർത്തനം 65-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പന അനുസരിക്കുന്നവർക്കൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷികളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നുവെന്ന് 25-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ വെറുക്കുവാൻ നാം തയ്യാറായാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് നല്ല സ്നേഹിതനായി നമ്മോടുകൂടെ വസിച്ച് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുകയും നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഇടതരികയും ചെയ്യും എന്നാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാം. മറ്റാരെ പ്രസാദിപ്പിച്ചാലും നാം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിൽ നാം ആശ്രയിച്ചാൽ അവൻ നമ്മെ ചുമക്കുകയും നമ്മെ കരങ്ങളിലെടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആകയാൽ വിശ്വസ്തയുടെ മാർഗം നമുക്ക് പിന്തുടരാം. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു നീതികേടും അശുദ്ധിയും വരാതെ നമുക്ക് സൂക്ഷിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുവാൻ എന്നെ കേൾക്കുന്ന ആർക്കും ഇടവരാതെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.